പാർവതിക്ക് നേരെ ഒരു വധശ്രമം ഉണ്ടായിട്ട് അതിന് കാരണക്കാരായവരെ കണ്ടെത്തണ്ടേ? അവർക്കുള്ള ശിക്ഷ വാങ്ങിക്കൊടുക്കണ്ടേ? പാർവതിയെ മുറിക്കകത്ത് പൂട്ടിയിട്ടിട്ട് ആ വീട് മുഴുവൻ തീ വെച്ച് നശിപ്പിക്കാൻ ശ്രമിച്ച വിവരം ആ നാട്ടിലെ എല്ലാവർക്കും അറിയാവുന്നതല്ലേ? അതുകൊണ്ട് അവര് ഇങ്ങനൊരു അന്വേഷണത്തോട് സഹകരിക്കുമെന്ന എന്റെ വിശ്വാസം. അല്ല, ഇതൊരു വധശ്രമമാണെന്ന് നമ്മൾ എങ്ങനെ ഉറപ്പിക്കും? അവിടെ പാർവതിയെ കൊല്ലാൻ മാത്രം ശത്രുതയുള്ള ആരാ ഉള്ളത്? ആരുമില്ല. അന്ന് പറഞ്ഞതുപോലെ ഇതൊരു ഷോർട്ട് സർക്യൂട്ട് തന്നെ ആയിരിക്കും മോനെ. അപ്പോ ആ മുറിയുടെ വാതിൽ പുറത്തു നിന്ന് ആരാ കുറ്റിയിട്ടത്? എടാ, അത് ചിലപ്പോ വീട് വൃത്തിയാക്കാൻ വന്നവര് അകത്താരും ഇല്ലാന്ന് കരുതി മുറി പുറത്തുനിന്ന് പൂട്ടിയിട്ട് പോയതായിരിക്കില്ലേ? എടാ മോനെ, ഇപ്പോഴും ഞാൻ പറയുന്നു, ഇത് വധശ്രമം ഒന്നും ആയിരിക്കില്ല. വെറുതെ പോലീസിനെ കൊണ്ട് പണിയെടുപ്പിക്കാവുന്നേ ഉള്ളൂ. കൊലപാതക ശ്രമമാണെന്ന് വെറുതെ പറഞ്ഞാ പോരല്ലോ, അതിന് തക്ക തെളിവുകൾ വേണ്ടേ നമ്മുടെ കയ്യില്? കേൾക്കുന്നവരുടെ മനസ്സിൽ ശരിയാണെന്ന് തോന്നിപ്പിക്കുന്ന തരത്തിൽ ഒരു കാര്യം അവതരിപ്പിക്കാനുള്ള ഇവരുടെ കഴിവ് അപാരം തന്നെ. പാർവതി, അമ്മ പറഞ്ഞത് നീ കേട്ടില്ലേ? നമ്മളിപ്പോ പെട്ടെന്ന് എന്ന് കമ്മീഷൻ ഓഫീസിൽ പരാതി കൊടുത്ത അത് അബദ്ധമാവോ? സർ, അമ്മയുടെ അഭിപ്രായം കേൾക്കുന്നതാ നല്ലതെന്നാ എനിക്ക് തോന്നുന്നത്. തൽക്കാലം നമുക്ക് കമ്മീഷണർ ഓഫീസിൽ പോയി പരാതി കൊടുക്കണ്ട. അമ്മ പറഞ്ഞതുപോലെ കൊലപാതക ശ്രമമാണെന്ന് തെളിയിക്കാൻ തക്കതായ തെളിവുകളൊന്നും നമ്മുടെ കയ്യിലില്ലല്ലോ. ആ സ്ഥിതിക്ക് നമുക്ക് പരാതി മാറ്റിവെക്കാം. എല്ലാത്തിനും മുകളിൽ ഈശ്വരനുണ്ടല്ലോ. ആ തീപിടുത്തത്തിന് കാരണം ഈശ്വരൻ തെളിയിക്കാതിരിക്കില്ല. ഇനി ആരെങ്കിലും എന്നെ കൊല്ലാൻ ശ്രമിച്ചതാണെങ്കിലും അവരെയും ഉദയനൂരമ്മ വെളിച്ചത്ത് കൊണ്ടുവരും. അതുവരേക്കും നമുക്ക് കാത്തിരിക്കാം സർ. എന്നാ പിന്നെ അത് മതി. പ്രഭാവതിയമ്മ, നിങ്ങളുടെ കൗശലം നന്നായിട്ടുണ്ട്. നിങ്ങളുടെ പദ്ധതി എന്താണെന്നും എനിക്ക് മനസ്സിലായി. ആ പദ്ധതി ഒന്നും വിജയിക്കാൻ പോകുന്നില്ല. അതിനെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് എനിക്കറിയാം. പാർവതി, നീ എന്താ ഈ ആലോചിക്കുന്നത്? സർ, നമുക്ക് ഇന്ന് ചെയ്തു തീർക്കേണ്ട ധാരാളം ജോലികളുണ്ട്. ജാസ്മിനെ അമേരിക്കയിലേക്ക് അയക്കണ്ടേ? അവള് സാറിനെ വിശ്വസിച്ചായിരിക്കുന്നേ. അവൾക്കുള്ള വിസയ്ക്കും ടിക്കറ്റിനുള്ള ഏർപ്പാടുകൾ ഇന്ന് തന്നെ ചെയ്യണം. അതിനുവേണ്ടി നമുക്ക് ഇറങ്ങിയാലോ? അത് ശരിയാണല്ലോ. ഇറങ്ങിയ സ്ഥിതിക്ക് നമുക്ക് പോയി അതിന്റെ ഏർപ്പാടൊക്കെ ചെയ്യാം. പോയിട്ട് വരാം.